നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ വാക്കുകളാണ് നാം ഈ ദിവസങ്ങളിൽ പഠനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ മനുഷ്യൻ സംസാരിച്ച പോലെ ഒരു മനുഷ്യന് സംസാരിച്ചിട്ടില്ല എന്ന് പറയത്തക്കവണ്ണം മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് പഠിപ്പിച്ച ആ പ്രഭാഷണം, ഗിരിപ്രഭാഷണം പഠിപ്പിച്ച വിലയേറിയ സത്യങ്ങൾ, അതിലെ ആത്മീകമായ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഈ പഠനത്തിൽ നാം ചിന്തിക്കാൻ ഇന്നലെ ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇന്നലെ ഓർപ്പിച്ചതുപോലെ പ്രധാന പോയിന്റുകൾ ഇംഗ്ലീഷിലും പറയാനായിട്ട് ശ്രമിക്കാം. ഗുണങ്ങൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അതാണ് ഈ 3 അധ്യായങ്ങളിൽ നാം പഠിക്കുന്നതായ പ്രധാനപ്പെട്ട വിഷയം. So chapters 5, 6 and 7, the Sermon on the Mount presents before us the lifestyle of all those who belong to the kingdom of God, of all those who have acknowledged Christ as the king of their life. നാം അതിൻ്റെ ആദ്യത്തെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ 12 വരെയുള്ള വാക്യങ്ങൾ നാം ഇന്നലെ വായിച്ചു. ഭാഗ്യപ്രസ്താവനകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 9 കാര്യങ്ങൾ ആ ഭാഗത്തുണ്ട്. നമ്മുടെ മനോഭാവമാണ് നമ്മുടെ അനുഗ്രഹത്തിന് നിദാനം. വസ്തുമയമായ ബാഹ്യമായ നമുക്കുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് ഇന്നലെ നാം ഓർക്കുകയുണ്ടായി. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, ബിയാറ്റിറ്റ്യൂഡ്സ് എന്നാണ് ഈ ഭാഗത്തെ പറയുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ മനോഭാവം, നമ്മുടെ ഉള്ളിലെ നില, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹവും സന്തോഷവും തീരുമാനിക്കുന്നത്. നമുക്ക് എന്തുമാത്രം വസ്തുവകയോ ധനമോ ഉണ്ട് എന്നുള്ളതല്ല. നമുക്കുണ്ടായിരിക്കേണ്ട അനേക നല്ല മനോഭാവങ്ങളെക്കുറിച്ച് ഈ ഭാഗത്ത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 കാര്യങ്ങൾ ഇന്നലെ നാം ചിന്തിച്ചു. ആത്മാവിലെ ദാരിദ്ര്യം, ദുഃഖിക്കുന്ന അവസ്ഥ, സൗമ്യത ഉള്ളവരായിരിക്കുക, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരായിരിക്കുക. ഇന്ന് നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗം വായിക്കാം. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. Matthew 5, starting from verse 7 to 12. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. 7-ാം വാക്യമാണ് ഇന്ന് രാവിലെ നാം ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ എന്നുള്ളത് മേഴ്സി, ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. നാം തിരുവെഴുത്തിൽ അനേക ഭാഗത്ത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യം എഫേസ്യർ 2:4 നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. അത്രയും മതി. കരുണാസമ്പന്നനായ ദൈവമോ, ഇംഗ്ലീഷിൽ ഗോഡ് ഹു ഈസ് റിച്ച് ഇൻ മേഴ്സി. ദൈവത്തിന് അല്പസ്വല്പം കരുണയുണ്ടെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം കരുണയിൽ ധനികനാണ്, ദൈവം കരുണയിൽ സമ്പന്നനാണ്. നമുക്കറിയാം ഈ ലോകത്തിലെ സകല സമ്പത്തും ദൈവത്തിൻ്റെയാണ്. ആ നിലയിൽ ദൈവം സമ്പന്നനാണ്. എന്നാൽ വസ്തുമയമായ കാര്യങ്ങളിൽ മാത്രമല്ല ദൈവം സമ്പന്നൻ, ഈ വലിയ ഗുണത്തിൽ ദൈവം സമ്പന്നനാണ്. ഗോഡ് ഹു ഈസ് റിച്ച് ഇൻ മേഴ്സി, കരുണയിൽ സമ്പന്നനായ ദൈവം. അപ്പോൾ കരുണ എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. എഫേസ്യർ 2-ാം അധ്യായത്തിൽ നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ്, പിന്നെ പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പിശാചിനെ അനുസരിച്ച് നടക്കുന്നവരാണ്, പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളാണ്, അതെല്ലാം പറഞ്ഞിട്ട് ശിക്ഷായോഗ്യരായ നമ്മോട് ആ ശിക്ഷ നമുക്ക് തരാതെ തൻ്റെ പുത്രന്റെ മേൽ ആ ശിക്ഷ ഏൽപ്പിച്ചിട്ട് ദൈവം നമ്മോട് കരുണ കാണിച്ചു. അതാണ് ആ ഭാഗത്ത് നാം വായിക്കുന്നത്. അപ്പോൾ കരുണ എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇവിടെ നാം വായിക്കുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാണ്. അപ്പോൾ നാം കരുണയുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ദൈവം തൻ്റെ കരുണയിൽ നമ്മുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും നമ്മോട് സൗജന്യമായി ക്ഷമിച്ചതുപോലെ നാമും ആ കരുണ
മറ്റുള്ളവരിലേക്ക് പകരുകയും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യണമെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞ ഒരു ഉപമ നമുക്കറിയാം. ഒരാൾ തന്റെ യജമാനന് വളരെ കടംപെട്ടിരുന്നു. എന്നാൽ അത് കൊടുക്കാനായിട്ട് അവന് നിവൃത്തിയില്ലാതിരുന്നു. അവൻ യജമാന്റെ കാൽക്കൽ വീണ് കേണപേക്ഷിച്ചു. യജമാൻ അവനോട് കരുണ കാണിച്ചു. അവനത് ഇളച്ചു കൊടുത്തു. എന്നാൽ അവൻ പോകുന്ന വഴിക്ക് അവനോട് വളരെ കുറച്ചു മാത്രം കടംപെട്ടിരുന്ന, അവിടെ പറഞ്ഞിരിക്കുന്ന 2 തുകകൾ തമ്മിൽ വലിയ അന്തരമാണുള്ളത്. അവന് ക്ഷമിച്ചു കിട്ടിയത് വളരെ വലിയൊരു തുകയാണ്. എന്നാൽ അവന് കിട്ടാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരൻ അവന് കൊടുക്കാനുണ്ടായിരുന്നത് വളരെ നിസ്സാരമായ ചെറിയൊരു തുകയാണ്. എന്നാൽ നാം അവിടെ വായിക്കുന്നത് അവൻ തനിക്ക് തരാനുണ്ടായിരുന്നവനോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന, വളരെ കോപിച്ചു. നീ തന്നില്ലെങ്കിൽ ഇപ്പം നിന്നെ ഞാൻ ശരിയാക്കി കളയും എന്നുള്ള നിലയിൽ അവനോട് ഇടപെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അത് എത്രയോ ശരിയാണ്. നാം ചിന്തിച്ചു നോക്കിയാൽ ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ ആരോടും ക്ഷമിക്കുവാൻ നമുക്കൊരിക്കലും ആവശ്യം വരികയില്ല. We will never have to forgive anyone as much as God has forgiven us. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ ഏറ്റവും അധികം ക്ഷമിച്ചിരിക്കുന്ന ആരോടാ? ചിലപ്പോൾ ഭാര്യയോടായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിനോടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച വേറൊരാളോടായിരിക്കും. ആരോടെങ്കിലും ആകട്ടെ. എത്ര പ്രാവശ്യം ക്ഷമിച്ചു കാണും? ഇത്രയും വർഷത്തിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ക്ഷമിച്ചു കാണും? ഒരു 10 പ്രാവശ്യം ക്ഷമിച്ചു കാണുമോ? ഒരു 25 പ്രാവശ്യം ഈ ലോകത്തിൽ ആരോടെങ്കിലും നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? 25 പ്രാവശ്യം ക്ഷമിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് 2-3 പ്രാവശ്യമൊക്കെ ക്ഷമിച്ച് കാണും. 20-ൽ കൂടുതൽ പോകാൻ ഒരു സാധ്യതയുമില്ല. ഇനി ചിന്തിച്ചു നോക്കുക, ദൈവം നമ്മോട് എത്ര ക്ഷമിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം ക്ഷമിച്ചിട്ടുണ്ട് ദൈവം നമ്മോട്? ദൈവം നമ്മോട് ക്ഷമിച്ചത്രയും ഈ ലോകത്തിൽ 100 വർഷം ഈ ലോകത്തിൽ ജീവിച്ചാലും ഒരു മനുഷ്യനോടും നമുക്ക് ക്ഷമിക്കേണ്ടി വരികയില്ല. ഈ മനുഷ്യൻ തൻ്റെ കൂട്ടുദാസനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടപെട്ടത്? ഇത്ര വലിയ ക്ഷമ തനിക്ക് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം തനിക്ക് നൽകാനുണ്ടായിരുന്നവനോട് ഇയാൾ ഇങ്ങനെ ഇടപെട്ടത്? അതിന് കാരണം എന്താണെന്നറിയാമോ? He lost the awe and wonder of the forgiveness he received. തനിക്ക് ലഭിച്ച ക്ഷമയുടെ മഹത്വവും അതിശയവും അത്ഭുതവും തനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് കൂട്ടുകാരനോട് താൻ അങ്ങനെ പെരുമാറിയത്. നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച കരുണയുടെ മഹത്വം, അതിൻ്റെ അത്ഭുതം, the wonder of it, the awe of it, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കാത്തത്. എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. അങ്ങനെ വരാൻ പാടില്ല. ദൈവമക്കളായ നാം ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നവരായിരിക്കണം. മറ്റൊന്ന്, കരുണ എന്നുള്ള വാക്കിന്റെ വേറൊരാശയം മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്നത് കരുണയുടെ പ്രദർശനമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ നല്ല ശമര്യക്കാരന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ കർത്താവ് പറഞ്ഞൊരു പ്രത്യേക കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ലൂക്കോസ് 10-ന്റെ 36-ഉം 37-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ലൂക്കോസ് 10-ന്റെ 36-ഉം 37-ഉം വാക്യങ്ങൾ. ലൂക്കോസ് 10-ന്റെ 36-ഉം 37-ഉം. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടുവെന്നേ ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നുവെന്നേ നിനക്ക് തോന്നുന്നു. അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. അവനോട് കരുണ കാണിച്ചവൻ, നല്ല ശമര്യക്കാരനെ കുറിച്ച് അവിടെ പറയുന്നത്, അവൻ ആ മനുഷ്യനോട് കരുണ കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അവനോട് സഹതാപം തോന്നി, അവനോട് അനുകമ്പ തോന്നി, അവന്റെ ആവശ്യത്തിൽ അവനെ സഹായിച്ചു. അപ്പോൾ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുകയും മറ്റുള്ളവരെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്നത് കരുണയുടെ പ്രദർശനമാണ്. കരുണ ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവമക്കളായ നാം ആ സ്വഭാവം ഉള്ളിൽ ഉൾക്കൊണ്ട് ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കണം. മാത്രമല്ല, ഈ നല്ല ശമര്യക്കാരനെ പോലെ ആവശ്യങ്ങളിലിരിക്കുന്നവരോട് അനുകമ്പ കാണിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ നാം സഹായിക്കുകയും ചെയ്യണം. അത് കരുണയുടെ പ്രദർശനമാണ്. കർത്താവ് ജീവിച്ചിരുന്ന ഈ കാലത്ത് കരുണ എന്നുള്ളത് ഒരു വെർച്യുവായി, അതായത് ഒരു നല്ല ഗുണമായി വിചാരിക്കപ്പെട്ടിരുന്നില്ല.
അന്നത്തെ ചില തത്വചിന്തകന്മാർ പറഞ്ഞിരുന്നത് മേഴ്സി ഈസ് എ സിക്നെസ് ഓഫ് ദ സോൾ. കരുണ എന്നുള്ളത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു രോഗമാണ്. കരുണയുള്ളവർ മണ്ടന്മാരാണ്, കരുണ കാണിക്കുന്നവർ പോഷന്മാരാണ്, കരുണ കാണിക്കുന്നവർ ഒരു ശക്തിയുമില്ലാത്തവരാണ്. കരുണ ബലഹീനരുടെയാണ് കരുണ, അല്ലാതെ നല്ല ആളുകൾ മിടുക്കന്മാരാരും കരുണ കാണിക്കയില്ല. അതായിരുന്നു അന്നത്തെ പഠിപ്പീര്. ഈ കർത്താവിന്റെ പർവ്വത പ്രസംഗം നാം പഠിച്ചു വരുമ്പോൾ കർത്താവ് ഇവിടെ പറയുന്ന അനേക കാര്യങ്ങളും ആ കാലത്തെ മനുഷ്യരുടെ ധാരണയ്ക്ക് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ്. അന്ന് സമൂഹം മനസ്സിലാക്കിയിരുന്ന അല്ലെങ്കിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ് കർത്താവ് പഠിപ്പിച്ചത്. അന്നത്തെ പഠിപ്പീര്, അന്നത്തെ തത്വചിന്തകന്മാർ അല്ലെങ്കിൽ നേതാക്കൾ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ് കർത്താവ് പഠിപ്പിച്ചത്. അതിലൊന്നാണ് ഈ കരുണ. കരുണ എന്ന് പറയുന്നത് ബലഹീനരുടെയാണ്, അത് ആത്മാവിന്റെ ഒരു രോഗമാണ്. മിടുക്കന്മാരാരും കരുണ കാണിക്കുകയില്ല എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവ് പറയുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മോട് വലിയ കരുണ കാണിച്ച ആ ദൈവത്തിന്റെ ആ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി നമുക്കിരിക്കാം. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൽ മാത്രമല്ല, മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുന്നതിൽ നമുക്ക് കരുണയുള്ളവരായിരിക്കാം. അടുത്തതായിട്ട് നാം വായിക്കുന്നത് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ സ്പിരിറ്റ്. സോ ദ പ്രീവിയസ് വൺ ഈസ് mercy is God's character. We should show mercy in forgiving others and also in meeting the needs of others, having sympathy towards their needs. The next one is blessed are the pure in heart. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. രണ്ട് ആശയം ഇവിടുന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശുദ്ധി എന്ന് പറയുന്നതിൽ രണ്ട് ആശയങ്ങളുണ്ട്. ഒന്ന്, ക്ലീൻ എന്നുള്ള ആശയമുണ്ട്. നമുക്കറിയാം, അശുദ്ധിയില്ലാത്തത്, അതാണ് ശുദ്ധിയുള്ളത് എന്ന് പറയുന്നത്. മറ്റൊരാശയം ശുദ്ധമായത് എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്തത് എന്നാണ്. ഇത് ശുദ്ധമായ തേനാണ് എന്ന് പറഞ്ഞാൽ ഈ തേനിൽ കലർപ്പില്ല. ശുദ്ധമായ പാലാണ് എന്ന് പറഞ്ഞാൽ പാലിൽ വെള്ളം ചേർത്തിട്ടില്ല, ഇത് 100% പാലാണ്. പ്യുവർ ഓറഞ്ച് ജ്യൂസ് എന്നാണ്. ഓറഞ്ച് ജ്യൂസിന്റെ ഒക്കെ ആ പാക്കറ്റ് പ്യുവർ ആണെങ്കിൽ അങ്ങനെ എഴുതിയിരിക്കും, പ്യുവർ ഓറഞ്ച് ജ്യൂസ് എന്ന് പറഞ്ഞാൽ വെള്ളമോ മറ്റൊന്നും ഇതിൽ കലർത്തിയിട്ടില്ല എന്നാണ് പ്യുവർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആ രണ്ടർത്ഥത്തിലും ഈ വാചകം ശരിയാണ്. എന്താ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. നാം ഹൃദയം കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധി പ്രാപിച്ച് പാപത്താൽ അശുദ്ധമാക്കപ്പെടാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമകളായി നാം ജീവിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണത്. ദൈവമക്കളാണല്ലോ, രക്ഷിക്കപ്പെട്ടവരാണല്ലോ. ഇന്ന് രാവിലെ വാക്കുകളെ കേൾക്കുന്നവരിൽ ഭൂരിഭാഗവും നിങ്ങളുടെ ഹൃദയം കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധി പ്രാപിച്ചതാണെങ്കിൽ, ശുദ്ധീകരിക്കപ്പെട്ട നിലയിൽ ഡിഫൈൽഡ് ആകാതെ, പൊല്യൂട്ടഡ് ആകാതെ ആ ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. As children of God whose heart has been cleansed by the blood of the Lord Jesus, we need to maintain our heart in purity. വിശുദ്ധിയിൽ നമ്മുടെ ഹൃദയത്തെ നാം കാക്കേണ്ടതാണ്. മാത്രമല്ല, നമുക്കറിയാം, അങ്ങനെ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധി പ്രാപിച്ചവര് ഒരു ദിവസം ദൈവത്തെ കാണും. അവർ ദൈവത്തെ കാണും, അത് നമുക്കറിയാം. നാം ഈ ലോകം വിട്ട് കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് നാം പോകുന്നത്, നാം ദൈവത്തെ കാണും. എന്നാൽ അത് മാത്രമല്ല, ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും ഹൃദയത്തിൽ ഇടം കൊടുക്കാതെ, അൺമിക്സ്ഡ് ആയിട്ട്, സിംഗിൾ മൈൻഡഡ് ആയിട്ട് ദൈവത്തെ മാത്രം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് അവൻ നമ്മുടെ ഹൃദയത്തെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ, ശുദ്ധമായ തേനെന്ന് പറയുന്ന പോലെ കലർപ്പില്ലാത്ത അവസ്ഥ, അങ്ങനെ ജീവിക്കുന്നവർ ദൈവത്തെ കാണും. മരിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ കർത്താവ് വന്നു കഴിഞ്ഞ് ദൈവത്തെ കാണുമെന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവർ ദൈവത്തെ കാണും. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്നേ തോന്നുമെന്ന് മലയാളത്തിൽ ഒരു ചൊല്ല് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഹൃദയം മുഴുവൻ ദൈവമാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ പരിതസ്ഥിതികളിലും നാം ദൈവത്തെ കാണും. If our heart is filled with God, we will see God in every situation of life. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നാം ദൈവത്തെ കാണും ഹൃദയശുദ്ധിയുള്ളവരാണെങ്കിൽ. ഒരിക്കൽ ഒരു
ഒരു നിരീശ്വരൻ, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാള് ഒരു മതിലേല് ചോക്ക് കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചു, ഗോഡ് ഈസ് നോവെയർ. ദൈവം എങ്ങും ഇല്ല, അതാണല്ലോ അതിന്റെ അർത്ഥം. ഗോഡ് ഈസ് നോവെയർ. അയാൾ എഴുതിയിട്ട് പോയി, ജയിച്ചു എന്ന് വിചാരിച്ചു പോയതാണ്. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അതിലെ ഒരു കൊച്ചു സ്കൂളിൽ പഠിക്കുന്ന ഒരു ബാലൻ വന്നു. അവൻ ഇംഗ്ലീഷൊക്കെ വായിച്ചൊക്കെ പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അവനിങ്ങനെ വന്നപ്പോൾ ഭിത്തിയിൽ ഇംഗ്ലീഷിലേണ്ട എഴുതിയിരിക്കുന്നു. അപ്പൊ അവനത് വായിച്ചു, ഗോഡ് ഈസ് നൗ ഹിയർ. എല്ലാവർക്കും അത് മനസ്സിലായല്ലോ അല്ലെ? സ്പെല്ലിംഗ് ഒന്ന് തന്നെയാ. ഇയാൾ എഴുതിയത് ഗോഡ് ഈസ് നോവേർ എന്നാ. പയ്യൻ പതുക്കെ പതുക്കെ വായിച്ചപ്പോ ഗോഡ് ഈസ് നൗ ഹിയർ, ദൈവം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോ ഹൃദയശുദ്ധിയുള്ളവര് അവരെപ്പോഴും വായിക്കുന്നത് എങ്ങനെ ആയിരിക്കും? ഗോഡ് ഈസ് നൗ ഹിയർ. ജീവിതത്തിന്റെ എല്ലാ പരിസ്ഥിതികളിലും അവർ ദൈവത്തെ കാണും. എൻ്റെ പിതാവ് തൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലുണ്ട്. ഒരിക്കൽ ഒരു ബേർഡ് വാച്ചർ, അതായത് പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന നിരീക്ഷിക്കുന്ന ഒരാള് തൻ്റെ ഒരു കൂട്ടുകാരനെ സന്ദർശിക്കാനായിട്ട് ഒരു ഉൾഗ്രാമത്തിൽ പോയി. ആ ഉൾഗ്രാമത്തില് വളരെ അകത്ത് ഉള്ള ഒരു ഗ്രാമത്തില് ഒരു വീട്ടിലാണ് ഈ കൂട്ടുകാരൻ താമസിക്കുന്നത്. തന്നെ സന്ദർശിക്കാനായിട്ട് പോയി. ചെന്നപ്പോൾ ഈ കൂട്ടുകാരൻ അവിടെ ഇല്ല, പുറത്തോട്ട് മറ്റു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, സാറ് വെളിയിൽ ഇവിടെ വരാന്തയിൽ ഇരിക്കെ, ഞാനൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവരാം, അപ്പോഴത്തേക്ക് വീട്ടുകാരും വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ആ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾ ബേർഡ് വാച്ചറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷികളെ നിരീക്ഷിക്കുന്ന ആളാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഈ സ്ത്രീ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പൊ അവരിങ്ങനെ കുശലം പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, എൻ്റെ സാറേ, ഈ ദേശത്ത് ഒരു മനുഷ്യനും ഇങ്ങനെ വരാറില്ല സാധാരണ. കാരണം ഇത് വളരെ റിമോട്ടാണ്, വളരെ അകത്തുള്ളൊരു ഗ്രാമമാണ്. ഒരു കാക്ക പോലും ഇവിടെ എങ്ങും വരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്ന ഈ 10 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞ കാലത്ത് ഞാൻ കാണാൻ ആഗ്രഹിച്ച 3-4 തരം സ്പെഷ്യൽ സ്പീഷീസ് ഓഫ് ബേർഡ്സിനെ ഞാൻ ഇവിടെ വാച്ച് ചെയ്തു എന്ന് പറഞ്ഞു. ഈ തിണ്ണയ്ക്കിരുന്നപ്പോ അനേക നാളുകളായി ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന 3-4 തരം പക്ഷികളെ ഞാൻ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞു. ഈ സ്ത്രീ എന്താ പറഞ്ഞേ? ഒരു കാക്ക പോലും, കാക്ക എല്ലായിടത്തും ഉള്ളതാ അല്ലേ, ഒരു കാക്ക പോലും ഇവിടെ വരാറില്ലെന്നാ പറഞ്ഞേ. അതാണ് ആ സ്ത്രീയുടെ കാഴ്ചപ്പാട്. എന്നാൽ പക്ഷിയെ കാണാൻ കണ്ണുള്ള അയാള് പറഞ്ഞത്, ഞാൻ അനേക നാളുകളായിട്ട് കാണാൻ ആഗ്രഹിച്ച ചില പ്രത്യേക പക്ഷികളെ ഇപ്പൊ ഈ വരാന്ത ഇരുന്നുകൊണ്ട് കണ്ടെന്നാണ്. അപ്പോ ബ്യൂട്ടി ഈസ് ഇൻ ദി ഐസ് ഓഫ് ദി ബിഹോൾഡർ എന്ന് ഇംഗ്ലീഷിൽ പറയും. സൗന്ദര്യം എന്ന് പറയുന്നത് നോക്കുന്ന ആളുടെ കണ്ണിൽ എന്താണോ അതനുസരിച്ചാണ് ഇരിക്കുന്നത്. ഞാനൊരിക്കൽ ആഫ്രിക്കയിൽ മൃഗങ്ങളെ കാണാനായിട്ടൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പോയി. എൻ്റെ കൂടെ സഭയിലെ ചിലരും ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനും സഹോദരിയും അവർ വലിയ ബേർഡ് വാച്ചേഴ്സാണ്. അതായത് ഈ പക്ഷികളെ ഭയങ്കരമായിട്ട് പക്ഷികളെ നിരീക്ഷിക്കുന്നവരാണ്. അതൊക്കെ അറിയാം അവർക്ക്. എനിക്ക് പക്ഷിയോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല, എന്നാൽ മൃഗങ്ങളെ കാണുന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങളൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പോയതാണ്. അങ്ങനെ കാറിൽ പോയി വളരെ ദൂരം ഇങ്ങനെ പോയപ്പോൾ ഒരിടത്ത് ഒരു വലിയ കാട്ടുപോത്ത് അവിടെ കിടക്കുകയാണ്. വൈൽഡ് ബഫല്ലോ അവിടെ കിടക്കുകയാണ്. ആ കാട്ടുപോത്തിന്റെ ശരീരം വളരെ വലുതാണ്. ആ ശരീരത്തിൽ 1-2 കുഞ്ഞു പക്ഷികൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോ ഞാൻ എക്സൈറ്റഡ് ആയി കാട്ടുപോത്തിനെ കണ്ട്. അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സഹോദരനും പറയാ, ആണ്ടാ പക്ഷിയെ നോക്ക്, കണ്ടോ, എന്തോ ഒരു പക്ഷിയാത്. ഞാൻ ഓർത്ത്, എൻ്റെ പെണ്ണെ, ഇത്രയും വലിയ കാട്ടുപോത്തിനെ കണ്ട് എക്സൈറ്റഡ് ആകേണ്ടതിന് പകരം അവര് പറയാ, അതിന്റെ മേത്തിരിക്കുന്ന പക്ഷിയെ കണ്ടോന്ന്. എനിക്ക് ആ പക്ഷിയെ കണ്ടിട്ടൊന്നും തോന്നിയില്ല, കാട്ടുപോത്തിനെ കണ്ട സന്തോഷത്തിലാണ് ഞാൻ. അവര് തമ്മിൽ പറയാ, കണ്ടോ ആ പക്ഷിയെ കണ്ടോ, ഒരു കുഞ്ഞു പക്ഷിയാ ഇതിന്റെ പുറത്തിരിക്കുന്നത്. അപ്പോ അവരുടെ മനസ്സിൽ ഈ കാട്ടുപോത്തിനെ കാണുക എന്നുള്ളതല്ല, അവരുടെ മനസ്സിൽ പക്ഷിയായിരിക്കുന്നത്. അതുകൊണ്ട് പോകുന്നിടത്തല്ല, ആണ്ട് ആ പക്ഷി ഇരിക്കുന്ന കണ്ടോ, ആണ്ട് ആ പോസ്റ്റായി ഇരിക്കുന്ന കണ്ടോ എന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് പോയി. എനിക്കത് വലിയ തമാശയായിട്ട് തോന്നി, കാരണം എനിക്കതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട്. ഞാൻ പറഞ്ഞത്, ഹൃദയത്തിൽ എന്താണ് ഉള്ളത് അതാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ വർഷത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. മേ ഗോഡ് ഫിൽ അവർ ഹാർട്ട് ഇൻ ദിസ് ന്യൂ ഇയർ. ദെൻ വി വിൽ സീ ഗോഡ് അറ്റ് എവറി സിറ്റുവേഷൻ ഇൻ ലൈഫ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമുക്ക് സംഭവിക്കുന്ന സകല കാര്യങ്ങളുടെയും പിന്നിൽ ദൈവത്തിന്റെ കരം നമുക്ക് കാണാം. നമുക്ക് വന്നു ഭവിക്കുന്ന സകല കാര്യങ്ങളിലും ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം എന്ന് മാത്രമല്ല,
നമ്മുടെ ഹൃദയം ദൈവത്താൽ നിറഞ്ഞതായിരിക്കണം. അനുദിനം ജീവിതത്തിൽ ദൈവത്തെ കാണാൻ കഴിയും. ഒരു ദിവസം അക്ഷരാർത്ഥത്തിൽ നാം ദൈവത്തെ കാണുകയും ചെയ്യും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അടുത്തതായിട്ട് കർത്താവ് പറഞ്ഞത് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനവും ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:9. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ദൈവത്തിന്റെ ഒരു പേരാണ് സമാധാനത്തിന്റെ ദൈവം, ഗോഡ് ഓഫ് പീസ്. ദൈവത്തിന്റെ സമാധാനം എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഫിലിപ്പിയർ 4 തന്നെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പീസ് ഓഫ് ഗോഡ്, ബട്ട് ദിസ് ഈസ് ദ ഗോഡ് ഓഫ് പീസ്. സമാധാനത്തിന്റെ ദൈവം. നമ്മുടെ ദൈവത്തിന്റെ പല പേരുകളിൽ ഒരു പേരാണ് സമാധാനത്തിന്റെ ദൈവം. അതിൽ നമ്മെ ബാധിക്കുന്ന ഒരു വലിയ ആശയം അതിനകത്തുണ്ട്. എന്താ അത്? നാം ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തോട് ശത്രുക്കളായി തീർന്നപ്പോൾ, ശത്രുക്കളായി മനുഷ്യവർഗത്തോട് സമാധാനമുണ്ടാക്കുവാൻ ദൈവം ക്രിസ്തുവിൽ മുൻകൈ എടുത്തു. ദൈവമാണ് നാമുമായിട്ട് സമാധാനമുണ്ടാക്കാൻ മുൻകൈ എടുത്തത്. റോമാലേഖനം 5-ന്റെ 1-ാം നമുക്കൊന്ന് വായിക്കാം, 10-ാം വാക്യം വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ഉം 10-ഉം വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനം. ഇനി 10-ാം വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. നിരപ്പ് എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. ടു റെക്കൺസൈൽ ഈസ് ടു മേക്ക് പീസ്. ദൈവം, നാമും ദൈവവുമായി വലിയൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ ദൈവമാണ് മുൻകൈ എടുത്തത്. ഗോഡ് ടുക്ക് ദ ഇനീഷ്യേറ്റീവ് ഇൻ സോൾവിങ് ദാറ്റ് പ്രോബ്ലം ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. നാമും ദൈവവുമായിട്ട് വൈരമുണ്ടായപ്പോൾ, മനുഷ്യനല്ലേ തെറ്റിയത്, അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് ദൈവം പറഞ്ഞില്ല. ദൈവം അതിന് മുൻകൈ എടുത്ത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അവരല്ലേ തെറ്റിയത്, അവർ വരട്ടെ, അവനല്ലേ അത് പറഞ്ഞത്, അവൻ വരട്ടെ എന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ദൈവം അങ്ങനെ പറഞ്ഞില്ല. ദൈവം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നാം ആരും ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. കാരണം നാം ആയിട്ട് ഒരിക്കലും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുകയില്ലായിരുന്നു. എന്നാൽ അതിന് കാത്തു നിൽക്കാതെ ദൈവം മുൻകൈ എടുത്തു നാമുമായിട്ട് സമാധാനമുണ്ടാക്കാൻ. എന്നിട്ട് ഇന്ന് ആ ശുശ്രൂഷ, സമാധാനമുണ്ടാക്കുക എന്നുള്ള ശുശ്രൂഷ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനാണ് നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്, ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 5-ന്റെ 18 മുതൽ 20 വരെ. നിരപ്പിന്റെ ശുശ്രൂഷ, സമാധാനം ഉണ്ടാക്കുന്ന ശുശ്രൂഷ. ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവം തന്റെ പുത്രൻ മുഖാന്തരം സമാധാനമുണ്ടാക്കുന്ന ജോലി ചെയ്തു. എന്നിട്ട് പറയാണ്, ഈ ശുശ്രൂഷ ഇപ്പൊ നമ്മെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കുക, ടു മേക്ക് പീസ് വിത്ത് ഗോഡ്. ദൈവത്തോട് സമാധാനമുണ്ടാക്കുക. കർത്താവ് ആ ജോലി ചെയ്തു. ഇപ്പൊ നമ്മളെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. നാം സുവിശേഷം പ്രസംഗിക്കുക വഴി എന്താണ് ചെയ്യുന്നത്? ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ അർത്ഥത്തിൽ നാം സമാധാനം ഉണ്ടാക്കുന്നവരാണ്. എന്നാൽ അത് മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സമാധാനം ഉണ്ടാക്കുന്നവരായി നാം ഇരിക്കണം. സുവിശേഷം പ്രസംഗിച്ച് മനുഷ്യരെ ദൈവത്തോട് നിരപ്പിക്കുന്ന ആ ശുശ്രൂഷ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമാധാനമുണ്ടാക്കുന്നവരായി നാം ഇരിക്കണം. തിരുവെഴുത്തതിനെ കുറിച്ച് പറയുന്ന 2 വാക്യങ്ങൾ നമുക്കൊന്ന് 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. റോമൻസ് 12:18. കഴിയുമെങ്കിൽ നിങ്ങൾ ആവോളം സകല മനുഷ്യരോടും
സമാധാനമായിരിപ്പീൻ. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. ഈ വാക്യം വളരെ പ്രത്യേകമായൊരു വാക്യമാണ്. എന്താ ഈ വാക്യത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? വേറെ ഒരു കാര്യത്തിലും പറയാത്തൊരു കാര്യം ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിയുമെങ്കിൽ എന്നാണ്. കഴിയുമെങ്കിൽ നുണ പറയരുത്, അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കഴിയുമെങ്കിൽ മോഷ്ടിക്കരുത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കഴിയുമെങ്കിൽ വഴക്കുണ്ടാക്കരുത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ഒറ്റ സ്ഥാനത്ത് മാത്രമേ കഴിയുമെങ്കിൽ, ഇഫ് ഇറ്റ് ബി പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് ഇവിടെ മാത്രം പറഞ്ഞിരിക്കുന്നത്? വേറെ എന്താ? കഴിയുമെങ്കിൽ കള്ളം പറയാതിരിക്കണമെന്നതാ പറയാത്തെ. എന്താ അതിന്റെ കാരണമെന്നറിയാമോ? വേദപുസ്തകം വളരെ പ്രാക്ടിക്കൽ ആണെന്നുള്ളതിന്റെ ഒരു തെളിവായത്. ബൈബിൾ ഈസ് വെരി വെരി പ്രാക്ടിക്കൽ. അതിന്റെ ഒരു തെളിവായത്. അതായത് സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിലുള്ള കാര്യമാണ്. ആ രണ്ടുപേര് തമ്മിലുള്ള വിഷയത്തിൽ ഒരാൾ പരിശ്രമിച്ചാലും ചിലപ്പോൾ സമാധാനം ഉണ്ടായില്ലെന്ന് വരാം. അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ എന്ന് പറയുന്നത്. ഞാൻ ഒരു സഹോദരനുമായിട്ട് പ്രയാസമുണ്ടെന്ന് വിചാരിക്കുക, ഞാൻ ചെന്ന് ക്ഷമ ചോദിച്ചു, സഹോദര ക്ഷമിക്കണം, അങ്ങനെ പറ്റിപ്പോയി, ഒന്നും ഓർക്കല്ലേ, ക്ഷമിക്കണം. അപ്പൊ ആ സഹോദരൻ പറയുകയാണില്ല, അത് അങ്ങനെയൊന്നും വിട്ടുകളയാൻ ഒക്കുന്ന കാര്യമൊന്നുമല്ല, അങ്ങനെ ഇപ്പൊ ക്ഷമിക്കാൻ ഒക്കെയില്ല എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടായോ? സമാധാനം ഉണ്ടായില്ല. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ ചെയ്യേണ്ടത് എന്നാൽ ആവുന്നതെല്ലാം ഞാൻ ചെയ്തു. ഇനി ചെയ്യേണ്ടത് പ്രാർത്ഥിച്ച ദൈവകരങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ആ വാക്യം പറയുന്നത്. ഇഫ് ഇറ്റ് ബി പോസിബിൾ ആസ് ഫാർ ആസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ ഒക്കുമോ അതെല്ലാം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. ഞാൻ ഇന്ന് രാവിലെ ഇടയ്ക്കൊരു വാക്ക് ചോദിക്കട്ടെ, ഈ വാക്യം നാം അനുസരിച്ചിട്ടുണ്ടോ? അനുസരിക്കുന്നുണ്ടോ? സകല മനുഷ്യരോടും നാം സമാധാനമായിട്ടാണോ ഇരിക്കുന്നത്? വിശ്വാസികളോ അവിശ്വാസികളോ ആരെങ്കിലും ആകട്ടെ, സകല മനുഷ്യരോടും. കുറഞ്ഞപക്ഷം ഈ വാക്യം പറയുന്നത് പോലെ നമ്മുടെ ഭാഗത്തുനിന്ന് അതിന് ചെയ്യാനുള്ളതെല്ലാം നാം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്താലും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല, അത് സാരമില്ല, അതങ്ങ് വിട്ടേക്കുക. എന്നാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം നാം ചെയ്തിട്ടുണ്ടോ? ഹാവ് ഐ ഡൺ ഓൾ ദാറ്റ് ഐ നീഡ് ടു ഡു ടു മേക്ക് പീസ് വിത്ത് സമ്മൺ? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ പുതിയ വർഷത്തിൽ ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. ഇന്നലെ രാത്രി തന്നെ ചോദിച്ചാൽ നല്ലതായിരുന്നു. ഇനി ആരെങ്കിലും അത് ഇന്നലെ രാത്രി ചോദിക്കാൻ മറന്നുപോയെങ്കിൽ ഈ ഒന്നാം ദിവസം രാവിലെ ഇതൊന്ന് ചോദിച്ചേക്കണം. എന്താ അത്? സകല മനുഷ്യരോടും സമാധാനം ആചരിപ്പീൻ എന്നുള്ള ദൈവത്തിന്റെ വചനം ഞാൻ അനുസരിക്കുന്നുണ്ടോ? ദൈവം സമാധാനം ഉണ്ടാക്കുന്നവനാണ്. ദൈവമകനായ ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കണം സകല മനുഷ്യരോടും. ഇനി റോമാലേഖനം തന്നെ 14-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം എന്ന് വായിക്കാം. 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. സമാധാനത്തിനും ആത്മീയ വർധനയ്ക്കുമുള്ളതിന് ശ്രമിച്ചുകൊള്ളുക. വഴക്കുണ്ടാക്കാനല്ല, എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നാം ശ്രമിക്കേണ്ടത് ആത്മീയ വർധനയ്ക്കുള്ള കാര്യങ്ങൾ, അന്യോന്യം കെട്ടുപണിയുന്ന കാര്യങ്ങൾ, സഹായിക്കുന്ന കാര്യങ്ങൾ, മാത്രമല്ല സമാധാനത്തിലുള്ള കാര്യങ്ങൾ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അപ്പോൾ നോക്കിയേ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. തിരുവെഴുത്തിൽ ആ കാര്യം പറഞ്ഞിരിക്കുക. ഞാൻ ഇന്നലെ മുഖവരിയിൽ ഒരു കാര്യം പറഞ്ഞു. യേശുക്രിസ്തു പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞ സത്യങ്ങൾ അപ്പോസ്തലന്മാർ ലേഖനങ്ങളിൽ അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിന് ഒരു തെളിവാണിത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാര് വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സത്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട് ദൈവാത്മാവ് ശ്ലീഹന്മാർ വഴി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്. അപ്പോൾ ഇവിടെ പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവമാണ് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത്. ആ സ്വഭാവം നാം കാണിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളാണ് നാം എന്ന് തെളിയിക്കുക. ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ളതിന്റെ ഒരു തെളിവ് അപ്പന്റെ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അപ്പന്റെ സ്വഭാവം? ഇവിടെ
സമാധാനമുണ്ടാക്കുക. സമാധാനമുണ്ടാക്കുക എന്നുള്ള സ്വഭാവം ഞാൻ കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ, ദൈവത്തിൻ്റെ മകനാണ് ഞാൻ എന്നുള്ളത് തെളിയിക്കുകയാണ്. എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതിൻ്റെ 10-ാമത്തെ വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക. ഈ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, അടുത്ത വാക്യത്തിലും 11-12 വാക്യങ്ങളിലും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ അനുഗാമികളോടുള്ള ലോകത്തിൻ്റെ പ്രതികരണമാണ് ഈ വാക്യങ്ങളിൽ നാം ഇപ്പോൾ വായിക്കുന്നത്. ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചാൽ ഈ ലോകം എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. നമ്മൾ ദൈവമക്കളായ നമ്മുടെ വിശുദ്ധ ജീവിതവും നമ്മുടെ നല്ല രീതികളും അവിശ്വാസികൾക്ക് കുറ്റബോധം ഉണ്ടാക്കുന്നതാണ്. നാം നന്നായി ജീവിക്കുമ്പോൾ നന്നായിട്ടല്ലാതെ ജീവിക്കുന്നവന് കുറ്റബോധം ഉണ്ടാകും. ഞാനൊരു ചെറിയ ഉദാഹരണം ഞാൻ പലപ്പോൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഒരു ക്യാമ്പിൽ താമസിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഒരാള് നമ്മൾ എല്ലാ 8-10 പേര് കിടന്നുറങ്ങുകയാണ് ഒരുമിച്ച്. ഒരാൾ രാവിലെ 4 മണിയായപ്പോൾ 5 മണിയായപ്പോൾ നമ്മൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അയാൾ എഴുന്നേറ്റ് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 7 മണിക്ക് എഴുന്നേക്കാനേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആ സമയത്ത് പുതപ്പ് ഒന്നുകൂടെ വലിച്ച് മേത്തോട്ട് ഇടുന്നേ ഉള്ളൂ. അപ്പം ഉള്ളിലൊരു ചെറിയ മനപ്രയാസം. എന്താ മനപ്രയാസം? ഇയാൾ രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റ് മുട്ട നിൽക്കുക, ഞാൻ ഇപ്പോഴും എഴുന്നേക്കാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? നാം നന്നായി ജീവിക്കുമ്പോൾ മറ്റൊരാൾക്കത് മനസാക്ഷിക്കുത്തുണ്ടാക്കും. ക്രിസ്തുവിന്റെ അനുഗാമികൾ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ അത് അവിശ്വാസികളുടെ ഉള്ളിൽ പാപജീവിതത്തെക്കുറിച്ചുള്ള ബോധം നൽകും. അത് നമ്മോട് എതിർക്കാനായിട്ട് കാരണമായി തീരും. അപ്പോൾ ക്രിസ്ത്യാനിഗാമികളോടുള്ള ലോകത്തിന്റെ പ്രതികരണമാണ് 10, 11, 12 വാക്യങ്ങൾ. അവരെന്ത് ചെയ്യും? നീതി നിമിത്തം അവർ നമ്മെ ഉപദ്രവിക്കും. 2 തിമോത്തിയോസ് 3:12 നമ്മൾ വായിക്കുന്നുണ്ട്, ഭക്തിയോടെ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ഉപദ്രവം ഉണ്ടായേക്കുമെന്നല്ല, ഉപദ്രവം ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാകും. ആർക്കെങ്കിലും ഉപദ്രവം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിയായിട്ടല്ല ജീവിക്കുന്നതെന്നാ. ഉപദ്രവം എന്ന് പറഞ്ഞാൽ അടിയും പിടിയും പോലീസ് കേസും ഒന്നല്ല. അത് ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ ഉണ്ടാകും. എന്നാൽ ചിലരെ സംബന്ധിച്ച് മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുന്നതായിരിക്കും, മറ്റുള്ളവർ നമ്മെ കളിയാക്കുന്നതായിരിക്കും. സോ വെൻ വി ലിവ് എ ഗോഡ്ലി ലൈഫ്, the world will feel convicted of its sin and they will begin to persecute us. That is the meaning of verse 10 to 12. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ചിലർക്കുണ്ടാകുമെന്നല്ല, എല്ലാവർക്കും ഉണ്ടാകും. ഉണ്ടായേക്കാമെന്നല്ല, തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നാം ദൈവഭക്തിയായി ജീവിച്ചാൽ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് ഈ കാര്യം വളരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അപ്പോസ്തലന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ വിശദീകരണം നോക്കാം. 1 പത്രോസ് 3-ാമധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. 1 പത്രോസ് 3:14 വാക്യം. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുതേ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറഞ്ഞു. പത്രോസ് അത് ഏറ്റുപറയുകയാണ്. നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആ ലേഖനം തന്നെ 4:19 അത് നോട്ടിൽ എഴുതിയിട്ടില്ല. വളരെ നല്ലൊരു വാക്യമാണ്. അതൊന്ന് വായിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 4:19, 1 പത്രോസ് 4:19. 1 Peter chapter 4 verse 9. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്തെ അതാണോ വാക്യം? 4:19. എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്യുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ
പരമേൽപ്പിക്കട്ടെ. ഇവിടെ നീതി നിമിത്തം എന്നുള്ള പ്രയോഗമല്ല, എന്നാൽ ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ. എന്താ ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ? അതിന്റെ മുകളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ട് 14-15 വാക്യങ്ങളിൽ ദുഷ്പ്രവൃത്തിക്കാരനായിട്ട് കഷ്ടം സഹിക്കുന്ന കാര്യമല്ല. നീതി നിമിത്തം, കർത്താവിന്റെ നാമനിമിത്തം ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. നീതി നിമിത്തം നീ നന്നായി ജീവിച്ചു, ശരിയായി ജീവിച്ചു, സത്യത്തിന് വേണ്ടി നിന്നു, അതുകൊണ്ട് നിനക്കിപ്പോൾ കഷ്ടം വന്നിരിക്കുക. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ. നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവര് ആ കാര്യം, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കണം. എന്തുകൊണ്ടാണ് വിശ്വസ്തനായ സൃഷ്ടാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നു ആ സൃഷ്ടാവ് കാര്യങ്ങളെ തക്ക സമയത്ത് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. He is a God who would vindicate us. He will bring the truth to light. സത്യം വെളിച്ചത്ത് കൊണ്ടുവരും. ഇന്ന് ഞാൻ നന്മ ചെയ്തുകൊണ്ട് ഞാൻ കഷ്ടം അനുഭവിക്കുകയാണ്. ആളുകൾ എന്നെ തെറ്റിദ്ധരിച്ചു, എനിക്കെതിരെ പറഞ്ഞു, എഴുതി, നന്മ ചെയ്തുകൊണ്ട്. എന്നാൽ ദൈവം വിശ്വസ്തനാണ്. എന്തിന് വിശ്വസ്തനാണ്? കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് നാളെ വെളിയിൽ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്നെ നീതീകരിക്കുവാൻ, എന്നെ വിൻഡിക്കേറ്റ് ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നവര് തങ്ങളുടെ കാര്യം ഏൽപ്പിച്ചു കൊടുക്കണം. ഇനി വേറൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്തുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഈ കഷ്ടപ്പാട് വന്നത് എന്തുകൊണ്ടാ കഷ്ടപ്പാട് വന്നേ? നന്മ ചെയ്തുകൊണ്ട് അല്ലെ? നന്മ ചെയ്തുകൊണ്ടായി ഇപ്പൊ ഈ കഷ്ടപ്പാട് വന്നിരിക്കുന്നത്. ഈ നന്മ ചെയ്തിട്ട് കഷ്ടപ്പാട് വന്നാൽ നമ്മുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാമോ? എന്തായിരിക്കും? മതി, നന്മ ചെയ്യലൊക്കെ ഞാൻ നിർത്തി, ഇനി ഞായറാഴ്ച യോഗത്തിന് പോവും, വീട്ടിൽ പോരും. ബാക്കിയുള്ളവനെ സഹായിക്കാൻ പോയിട്ടല്ലേ ഈ ചീത്തയെല്ലാം കേൾക്കുന്നത്. ആ എല്ലാ പരിപാടിയും നിർത്തി യോഗത്തിന് പോവും, വീട്ടിൽ പോവും. ഇനി ആരെ ഒരു കാര്യത്തിനും സഹായിക്കാനും പോകുന്നില്ല, കാറേ കയറ്റി കൊണ്ടുപോകാനും പോകുന്നില്ല, ഒരു കാര്യത്തിനും ഇനി ഞാനില്ല. ഇതാ നമ്മുടെ പ്രതികരണം. നിങ്ങളുടെയൊക്കെ മനസ്സിൽ അങ്ങനല്ലേ വരുന്നത്? എൻ്റെ മനസ്സിൽ അങ്ങനെ വരാറുണ്ട്, വന്നിട്ടുണ്ട്. എന്തെങ്കിലും ദോഷം ശരിയായ കാര്യത്തിന് വേണ്ടി നിന്നിട്ട് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഇനി അങ്ങനെയുള്ള പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയാനാ തോന്നുന്നേ. പക്ഷെ ഈ വാക്യം പറയാ, അങ്ങനെ പറയല്ലേ. നീ നന്മ ചെയ്തിട്ടാണ് കഷ്ടം സഹിക്കുന്നത്. അപ്പൊ നീ എന്ത് ചെയ്യണം? നീ തുടർന്നും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ നീ നന്മ ചെയ്തപ്പോ ആരാണ്ട് തെറ്റിദ്ധരിച്ചു, ചീത്ത പറഞ്ഞു എന്ന് വിചാരിച്ച് നന്മ ചെയ്യുന്നത് നിർത്തിക്കളയരുത്. നീ തുടർന്നും നന്മ ചെയ്യണം. എന്നിട്ട് സൃഷ്ടാവിന്റെ കയ്യിൽ നിന്റെ കാര്യം ഏൽപ്പിച്ചാ മതി. നോക്കൂ, എത്ര നല്ല വാക്യമാ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങൾക്കും പറ്റിയ കാര്യങ്ങൾ പറ്റിയതുപോലെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവവചനത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഇവിടെയോ ദൂരെയോ എവിടെയെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ചിലര് ഒരുപക്ഷെ ഈ കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. നിങ്ങൾ സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, ദൈവവചനത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, ശരിയായ ഉപദേശത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, നീതിക്ക് വേണ്ടി നിന്നുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുക. നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ വിട്ടുകളയല്ല. ഇതൊക്കെ മതിയാക്കാം, ക്വിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഈ വിഷയം തുടർന്നും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും ഈ വിഷയം തക്ക സമയത്ത് കാര്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ വിശ്വസ്തനായ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ മതി. അവൻ ആ കാര്യം നോക്കിക്കൊള്ളും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ. നമ്മുടെ കർത്താവ് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവനാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. നമ്മുടെ കർത്താവ് നീതി നിമിത്തം എങ്ങനെയാണ് ഉപദ്രവിക്കപ്പെട്ടത് എന്നുള്ള അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 15:20. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. ഈ ലോകത്തിൽ ഏറ്റവും നീതിയായി ജീവിച്ചയാള് കർത്താവാണ്. ഈ ലോകം എന്ത് ചെയ്തു? ലോകം അവനെ ഉപദ്രവിച്ചു. കർത്താവ് പറയാണ്, ലോകം എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകം ഉപദ്രവിക്കുന്നു എന്നുള്ളതിൽ ആരും സർപ്രൈസ്ഡ് ആയി പോകണ്ട, ആശ്ചര്യപ്പെട്ടു പോകരുത്, അതിശയിച്ചു പോകരുത്. അത് നമുക്കുള്ളതാണ്, നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്.
ദൈവമക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണത്. അതുകൊണ്ട് അതിൽ ആശ്ചര്യപ്പെടരുത്. കർത്താവിനെ ലോകം ഉപദ്രവിച്ചുവെങ്കിൽ നമ്മെയും ഉപദ്രവിക്കും. അപ്പോൾ നീതി നിമിത്തം കഷ്ടമനുഭവിക്കുക. സഫർ ഫോർ റൈച്ചസ്നെസ് സേക്ക്. വെൻ യു സ്റ്റാൻഡ് ഫോർ ദ റൈറ്റ് വാല്യൂസ്, വെൻ യു സ്റ്റാൻഡ് ഫോർ ദ റൈറ്റ് ഡോക്ട്രിൻ, വെൻ യു സ്റ്റാൻഡ് ഫോർ ദ റൈറ്റ് ലൈഫ് സ്റ്റൈൽ, the world will persecute you. Because the Lord persecuted, the world persecuted our master also. ഈ ലോകത്തിൽ ഇന്നത്തെ സ്ഥിതിയിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇന്ന് ലോകത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതി അല്ലെങ്കിൽ കോടതിയിൽ നിന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ, ഇന്നത്തെ മൊറാലിറ്റി, ധാർമ്മികമായ നില, അതിനെക്കുറിച്ചൊക്കെ ക്രിസ്തീയമായൊരു സ്റ്റാൻഡ് നാം എടുത്താൽ ലോകം നമ്മെ പരിഹസിക്കും. ഉദാഹരണമായിട്ട് അബോർഷൻ, ഗർഭഛിദ്രം, ഹോമോസെക്ഷുവാലിറ്റി, അതുപോലെ ഇമ്മൊറാലിറ്റി, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ക്രിസ്തീയമായൊരു നിലപാട് നാം എടുത്താൽ അത് ലോകത്തിന്റെ നിലപാടിനെതിരായിരിക്കും, സമൂഹത്തിന്റെ നിലപാടിനെതിരായിരിക്കും. ലോകം നമ്മോട് പിണങ്ങും. ഞാൻ വളരെ വിചിത്രമായൊരു കാര്യം കണ്ടു. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദേശ രാജ്യത്ത് പോയപ്പോൾ നമ്മുടെ സഭയിൽ ഞായറാഴ്ച രാവിലെ യോഗത്തിന് പോയതാണ്. ആ സഭാ ഹാളിന്റെ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത നോട്ടീസ് ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ അറിവിനായിട്ട് പതിപ്പിച്ചെന്നുള്ളേ ഉള്ളൂ. ആ നോട്ടീസിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാം? കുടുംബത്തിന് എതിരായ സംഘടനക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടീസാണ്. ഇതിപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പൊ അത് കൂടുതൽ വർദ്ധിച്ചു കാണും. കുടുംബം എന്ന സ്ഥാപനം നമുക്കിനി ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബമാണ് സകല തകരാറും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുടുംബം എന്ന സ്ഥാപനം നമുക്ക് ആവശ്യമില്ല. അതിനെതിരെ യുദ്ധം ചെയ്യാൻ അരയും തലയും മുറുക്കി ഞങ്ങൾ രംഗത്തിറങ്ങുകയാണ്. ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചാൽ ഉണ്ടാകുന്ന സകല ദോഷങ്ങൾക്കും നിങ്ങളായിരിക്കും ഉത്തരവാദികൾ. ഇത് ഇംഗ്ലീഷിലാണ്. അതാണ് ആ നോട്ടീസ്. ഞാൻ അന്തം വിട്ടുപോയി. കുടുംബം എന്നുള്ള പരിപാടി നമുക്ക് വേണ്ട. അതാണ് സമൂഹത്തിലെ സകല കുഴപ്പത്തിനും കാരണം ഈ കുടുംബമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് മുമ്പോട്ട് വരികയാണ്. ആരെങ്കിലും ഞങ്ങളെ എതിർത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്ക് ആരായിരിക്കും ഉത്തരവാദികൾ? നിങ്ങളായിരിക്കും. അപ്പൊ ഇതിൽ കുറ്റക്കാരാരായി? കുടുംബം വേണ്ടെന്ന് പറയുന്നവനാണ് കുറ്റക്കാരൻ? കുടുംബം വേണോന്ന് പറയുന്നവനാണ്? കുടുംബം വേണോന്ന് പറയുന്നവരെല്ലാം കുറ്റക്കാരായി. ഞാൻ ആ സഭയിലെ ഒരു സൗരനോട് ചോദിച്ചു, നോട്ടീസ് ഞാൻ എടുത്തോട്ടെ എന്ന്. അദ്ദേഹം പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ആ നോട്ടീസ് എടുത്തോണ്ട് പോന്നു. എൻ്റെ കയ്യിൽ എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കണേ, ലോകം പോകുന്ന പോക്ക്. നീതി നിമിത്തം കുടുംബം വേണോന്ന് പറഞ്ഞാൽ അത് കുറ്റമാണ്. ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച് മക്കളുണ്ടായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ചില സമൂഹങ്ങളിൽ അതാണ് കുറ്റം. തോന്നിയതുപോലെ ജീവിക്കാന്ന് പറഞ്ഞാൽ അതാണ് ശരി. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക. ഇനി അതിനടുത്ത വാചകം ഒന്ന് നോക്കിക്കേ. അടുത്ത ആ 2 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാം. 11ഉം 12ഉം കൂടെ ഒന്ന് വായിച്ചേ. മത്തായി 5:11-12. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ടേ സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അടുത്ത 9ാമത്തെ ഭാഗ്യപ്രസ്താവന പറയുന്നത്, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ 8ാമത്തെ പ്രസ്താവനയും 9ാമത്തെ പ്രസ്താവനയും തമ്മിലുള്ള വ്യത്യാസം എന്താ? 8ാമത്തേത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക. അതായത് ദൈവികമായ വാല്യൂസ്, മൂല്യങ്ങൾക്ക്, ബിബ്ലിക്കൽ വാല്യൂസ്, അതിനുവേണ്ടി നിൽക്കുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവമാണ്. എന്നാൽ 9ാമത്തേത് കേവലം നീതി നിമിത്തമല്ല, ക്രിസ്തു നിമിത്തം. നാം ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളാണ്, ദൈവമക്കളാണ് എന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ഉപദ്രവം. നോക്കുക, ലോകത്തിൽ 2 തരം ഉപദ്രവമുണ്ട്. 2 തമ്മിൽ ബന്ധപ്പെട്ടതാണ്. ഈ 9ാമത്തേത് 8ാമത്തേതിന്റെ ഒരു സബ് ഡിവിഷൻ ആണെന്ന് പറയാം. അപ്പൊ ചില ആളുകൾ പറയുമ്പോൾ 8 ബിയാറ്റിറ്റ്യൂഡ്സ് ഉണ്ടെന്നാണ് സാധാരണ പറയുന്നത്. ഞാനത് 9 എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം 8മായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫ് ഷൂട്ടാണ് 9ാമത്തേത്. സോ നമ്പർ 8 ഈസ് സഫറിംഗ് ഫോർ ദ സേക്ക് ഓഫ് റൈച്ചസ്നെസ്. ദാറ്റ് ഈസ് വെൻ യു സ്റ്റാൻഡ് ഫോർ ദ റൈറ്റ് വാല്യൂസ് ഇൻ ലൈഫ്. And the next one is suffering for the sake of Christ. That is when you stand as a Christian. പത്രോസിന്റെ ലേഖനത്തിൽ മുമ്പേ നമ്മൾ വായിച്ച വാക്യമുണ്ടല്ലോ, ഇനി വായിക്കണ്ട. 1 പത്രോസില് മുമ്പേ വായിച്ച വാക്യത്തിന്റെ മുകളിൽ
എഴുതിയിട്ടുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക. 1 പത്രോസ് 4:14 16 അത് പറഞ്ഞിട്ടുണ്ട്. അത് കേവലം നീതി നിമിത്തമല്ല, ഞാൻ ക്രിസ്തുവിന്റെ വകയാണ്, ക്രിസ്ത്യാനിയാണ്, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കഷ്ടം, അത് ഈ ലോകത്തിൽ ഉണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? അങ്ങനെ നിങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു ഇതേ കാര്യം പറയുമ്പോൾ തുള്ളിച്ചാടുവീൻ എന്ന ആശയത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിൽ ഡാൻസ് ചെയ്തോളാൻ പറഞ്ഞിട്ടുള്ള ഏക വേദഭാഗം അതാ. തുള്ളിച്ചാടാൻ അനുവാദം തന്നിട്ടുള്ള എപ്പോഴാ? നിങ്ങളെ കൊണ്ട് സകല തിന്മയും കളവായി പറയുകയും ഇല്ലാത്തതെല്ലാം നിങ്ങളെ കൊണ്ട് പറഞ്ഞ് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് ഡാൻസ് ചെയ്യേണ്ടത്. അപ്പോഴല്ല സാധാരണ ഡാൻസ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ വേദപുസ്തകം പറയുന്നത് അപ്പോഴാണ് ഡാൻസ് ചെയ്യേണ്ടത്, അപ്പോഴാണ് തുള്ളിച്ചാടേണ്ടത്. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. എത്രയോ നല്ല ഒരു വാക്യമാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതിൻ്റെ ഒടുവിൽ പറയുന്നു, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുക. When you suffer for the sake of Christ, you get the privilege of being counted with the prophets who suffered for God. ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ച പ്രവാചകന്മാരുടെ ഗണത്തിൽ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനുള്ള വലിയ ഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ് നാം ഈ നിലയിൽ കഷ്ടപ്പെടുമ്പോൾ. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിന്റെ ആദ്യ പേജുകളിൽ തന്നെ, അതായത് പുതിയ നിയമത്തിന്റെ ആദ്യ പേജുകളിൽ, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ നിലയിൽ കഷ്ടം അനുഭവിച്ചവരെ നമുക്ക് കാണാം. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. ഈ നിലയിലുള്ള കഷ്ടപ്പാടിനോടുള്ള അല്ലെങ്കിൽ പീഡയോടുള്ള ക്രിസ്തു ഭക്തരുടെ പ്രതികരണം എന്താണ്, അല്ലെങ്കിൽ എന്തായിരുന്നു? പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം, Acts 5:41. The response of the Christians to persecution. 5:41. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. അതാണ് ആദിമവിശ്വാസികളുടെ പ്രതികരണം. കഷ്ടതയോടുള്ള, പീഡനത്തോടുള്ള പ്രതികരണം എന്താ? തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ ഇടയായല്ലോ എന്നോർത്ത് സന്തോഷിച്ചുകൊണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 7-ാം അധ്യായം 60-ാം വാക്യം ഒന്ന് വായിക്കാം. Chapter 7, Acts and verse 60. The response of the Christian towards persecution. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ആദ്യ രക്തസാക്ഷിയായ സ്തെഫാനോസിന്റെ പ്രതികരണമാണ് നമ്മൾ വായിക്കുന്നത്. അവൻ എന്ത് ചെയ്യുന്ന പറയുന്നത്? ദൈവത്തിന് സ്തോത്രം, അവൻ മുട്ടുകുത്തി, ഈ പാപം അവർക്ക് നിർത്തരുതേ, അവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന കേൾക്കുമ്പോ വേറൊരു പ്രാർത്ഥനയുടെ പ്രതിധ്വനിയാണത്. ഏത് പ്രാർത്ഥനയുടെ? ചില നാളുകൾക്ക് മുമ്പ് ക്രൂശിൽ കിടന്ന് അവന്റെ യജമാനൻ, സ്തെഫാനോസിന്റെ യജമാനൻ പ്രാർത്ഥിച്ചിരുന്നു. എന്ത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതേ പ്രാർത്ഥന സ്തെഫാനോസിന്റെ വായിൽ നിന്ന് വരികയാണ്, ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ പീഡയോടുള്ള വിശ്വാസിയുടെ പ്രതികരണം ഇതാണ്. അവനതിൽ സന്തോഷിക്കുകയാണ്. അവന് പ്രതിഫലം കിട്ടുമെന്നുള്ള വാഗ്ദത്തം അവനുണ്ട്. ദൈവഭക്തന്മാരുടെ ഗണത്തിൽ അവൻ എണ്ണപ്പെടുമല്ലോ എന്നുള്ള വലിയ സന്തോഷം അവനെ ഭരിക്കുകയാണ്. നാം അപ്പോൾ ആ 9 കാര്യങ്ങളും, ഇനി ഓരോന്നിലും വളരെ കാര്യം പറയാൻ സാധിക്കും, എന്നാൽ നമുക്ക് മുമ്പോട്ട് പോകേണ്ടത് കൊണ്ട് ആ 9 കാര്യങ്ങൾ ഇപ്പോൾ നാം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോ 9 good attitudes that the members of God's kingdom should possess. ദൈവരാജ്യത്തിലെ പ്രജകളിൽ കാണപ്പെടേണ്ട 9 നല്ല മനോഭാവങ്ങൾ. ഇനി നമുക്ക് അതിന്റെ 13 മുതൽ 16 വരെ ഒന്ന് വായിക്കാം. Verses 13 to 16. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല,
തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനിഗാമിയുടെ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലെ പ്രജയുടെ ഗുണവിശേഷം സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്, ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. 9 ഗുണവിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ആ 9 കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നവരുടെ ഗുണവിശേഷം സമ്മറൈസ് ചെയ്ത് ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ളവർ, മുകളിൽ പറഞ്ഞിരിക്കുന്ന 9 കൂട്ടം കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നവർ ലോകത്തിന്റെ ഉപ്പായിരിക്കും, ഭൂമിയുടെ ഉപ്പായിരിക്കും. അവർ ലോകത്തിന്റെ വെളിച്ചമായിരിക്കും. So those who practice those 9 attitudes will be the salt of the earth and the light of the world. So a summary of the quality of the character of a Christian. അതിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പും വെളിച്ചവും ഹെൽത്ത് ഗിവേഴ്സ് ആണ്, ആരോഗ്യം നൽകുന്നതാണ്, ആരോഗ്യത്തിന് സഹായകരമായ കാര്യങ്ങളാണ്. നമുക്കറിയാം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഉപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഉപ്പിന്റെ ഗുണങ്ങൾ, വളരെ ഗുണങ്ങളുണ്ട് ഉപ്പിന്. ഉപ്പ് രുചി വരുത്തുന്നതാണ്. പിന്നെ ഉപ്പ് പ്രിസർവ് ചെയ്യുന്നതാണ്. വസ്തുക്കൾ അഴുകിപ്പോകാതെ, മീൻ ഇറച്ചിയൊക്കെ അഴുകിപ്പോകാതിരിക്കാനായിട്ട്, ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രിസർവ് ചെയ്യുന്നതാണ്. പിന്നെ ഉപ്പിന്റെ ഒരു സ്വഭാവമാണ്, എന്തെങ്കിലും ഉപ്പിലിട്ടാൽ അല്ലെങ്കിൽ ഉപ്പ് അതിലിട്ടാൽ ഉപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യും, പെനിട്രേറ്റ് ചെയ്യും. ഒരു മീൻ, ഒരു കഷ്ണം ഉപ്പുമായിട്ട് ഇട്ടാൽ ആ ഉപ്പിന്റെ രസം മീൻ്റെ അകത്തേക്ക്, അല്ലെങ്കിൽ എന്തിടുന്നോ, ഉപ്പുമാങ്ങ ആയാലും മതി, അതിൻ്റെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യും, തുളച്ച് കയറി ചെല്ലും, അതിനെ സ്വാധീനിക്കും. അതാണ് ഉപ്പിന്റെ സ്വഭാവം. പിന്നെ വേറൊരു കാര്യം, ഉപ്പ് ക്വാണ്ടിറ്റി ഒത്തിരി വേണ്ട, കുറച്ചു മതി. കറിയിൽ വലിയ ഒരു തവി ഉപ്പ് എടുത്തിട്ടുണ്ട, ഒരു സ്പൂൺ ഇട്ടാൽ മതിയായിരിക്കും. ഉപ്പിന്റെ അളവ് വളരെ കുറവാണ്. മറ്റൊരു കാര്യം, ഉപ്പ് കറിയിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ ഇൻവെസിബിൾ ആണ്, ഉപ്പിനെ കാണാൻ പറ്റത്തില്ല. കറിയിൽ ഉപ്പുണ്ടോ എന്ന് കറി നോക്കിയാൽ കാണുകയല്ല, ഉപ്പ് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. പക്ഷെ ഉപ്പിന്റെ ഗുണം നമുക്കറിയാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, ഉപ്പ് തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി തന്നെ ജീവിക്കാത്തൊരു സാധനമാണ് ഉപ്പ്. ഉപ്പിന് തന്നിൽ തന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഉപ്പ് ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ്. ഉപ്പ് ബാക്കിയുള്ളവർക്ക് രുചി വരുത്തുക എന്നുള്ളതാണ് ഉപ്പിന്റെ ജോലി. അപ്പൊ ഉപ്പിന്റെ കാര്യങ്ങൾ ചിന്തിച്ചാൽ, അതിന്റെ ഗുണങ്ങൾ ചിന്തിച്ചാൽ, ദൈവമക്കൾ, ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ നാം ഈ ഗുണങ്ങളുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകം അശേഷം രുചിയില്ലാത്ത ലോകമാണ്. ലോകത്തിൽ നന്മയായിട്ടൊന്നുമില്ല, രുചിയില്ല. രുചിയില്ലാത്ത ലോകത്തിന് രുചി വരുത്തുന്നവരായിരിക്കണം നാം. ഈ ലോകം ചീഞ്ഞ് അഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോകത്തെ ആ അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കേണ്ടത്, വിശുദ്ധി പരിപാലിക്കേണ്ടത് നമ്മുടെ സ്വഭാവമാണ്. ഉപ്പ് മറ്റ് വസ്തുക്കളെ സ്വാധീനിക്കുകയും അതിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് പോലെ നാം ജീവിക്കുന്ന സമൂഹത്തെ സ്വാധീനിക്കുകയും നമ്മുടെ നല്ല ഗുണം കൊണ്ട്, ഉപ്പ് തൻ്റെ ഗുണം കൊണ്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ നല്ല ഗുണം മറ്റുള്ളവരിലേക്ക് തുളച്ച് ഇറങ്ങി ചെല്ലുവാൻ ഇടയാക്കുകയും ചെയ്യണം. ഇതാണ് ഒരു വിശ്വാസിയുടെ ദൗത്യം. എത്രയോ നല്ല ഒരു കാര്യമാണ്. അതിൻ്റെ അടുത്ത വാചകത്തിൽ പറയുന്നത്, ഉപ്പിന് രസം ഇല്ലെങ്കിൽ, അതായത് ഉപ്പ് രസം ഉപ്പിനില്ലെങ്കിൽ അത് മനുഷ്യർ ചവട്ടാനല്ലാതെ പിന്നെ ഒന്നിനും കൊള്ളുന്നതല്ല. ജോൺ മക്കാർത്തറിന്റെ കമന്ററിയിൽ ജോൺ മക്കാർത്തർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഉപ്പ് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. ഡെഡ് സീയുടെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന മണലിലുണ്ടായിരുന്ന ഉപ്പ്, വലിയ ഉപ്പുരസം അതിനില്ല, എന്നാൽ സ്വല്പം ഉപ്പുരസമുണ്ട്. അത് നാം മണൽ ഫുട്പാത്തിൽ പാകുന്നത് പോലെ ആ ഉപ്പുള്ള മണലാണ് ഫുട്പാത്തിൽ പാകിയിരുന്നത്. അതിന് നല്ല ഉപ്പില്ല, ചെറിയ ഉപ്പുരസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് കാലിൻ്റെ ചീടെ ചവിട്ടിക്കളിയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആശയം അതാണ്. ആ കാലത്ത് പ്രയോജനമില്ലാത്ത ഉപ്പ്, നല്ല ഗുണമില്ലാത്ത ഉപ്പ് ചരലിടുന്ന പോലെ, സാൻഡ് ഇടുന്നത് പോലെ ഫുട്പാത്തിൽ നടക്കുന്ന വഴികളിൽ ഇട്ടിരുന്നു. അപ്പൊ ആളുകൾ അതിൻ്റെ മുകളിൽ കൂടെ ചവിട്ടിയാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാമും ഉപ്പിന്റെ ശരിയായ ഗുണം പാലിക്കാതിരുന്നാൽ
നമ്മയും ആളുകൾ ചവിട്ടി മെതിക്കാനിടയാകും, നമ്മയും ആളുകൾ നിന്ദിക്കാനായിട്ട് ഇടയായിത്തീരും. അടുത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. വെളിച്ചത്തെക്കുറിച്ച് അനേകം നല്ല കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. വെളിച്ചത്തിൻ്റെ സ്വഭാവം, വെളിച്ചം നേർരേഖയിലെ സഞ്ചരിക്കൂ. വെളിച്ചം എക്സ്പോസ് ചെയ്യുന്നതാണ്, മറ്റുള്ളവയെ മുൻപിൽ കൊണ്ടുവരുന്നതാണ്, മറ്റുള്ളവയെ കാണിച്ചു തരുന്നതാണ്. വെളിച്ചം ഡിറക്ഷൻ നൽകും. ലൈറ്റ് ഗിവ്സ് ഡയറക്ഷൻ. ഏത് വഴിയാണ് പോകേണ്ടതെന്ന് വെളിച്ചം കാണിച്ചു തരും. പിന്നെ വെളിച്ചം വഴി കാണിക്കും. ലൈറ്റ് ഷോസ് ദ വേ. മാത്രമല്ല, വെളിച്ചം മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. വെളിച്ചത്തിന് മറഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ വെളിച്ചത്തിന് അനേക ഗുണങ്ങളുണ്ട്. വെളിച്ചം ജീവൻ നൽകുന്നതാണ്. ലൈറ്റ് ഈസ് ലൈഫ് ഗിവിങ്. വെളിച്ചം എക്സ്പോസസ്, മറ്റു കാര്യങ്ങള് മുന്നിൽ വെളിപ്പെടുത്തി കാണിക്കുന്നതാണ്. വെളിച്ചം വഴി കാണിക്കുന്നതാണ്. വെളിച്ചം ഡിറക്ഷൻ നൽകുന്നതാണ്. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങളും അങ്ങനെ ആയിരിക്കണം. എന്നിട്ട് അത് എങ്ങനെ കൺക്ലൂഡ് ചെയ്തത്? അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, അങ്ങനെ തന്നെ, എങ്ങനെ തന്നെ ഉപ്പ് രുചിയും ഗുണവും നൽകുന്നത് പോലെ വെളിച്ചം പ്രകാശം നൽകി വഴി നടത്തുകയും ഡയറക്ഷൻ നൽകുകയും ചെയ്യുന്നത് പോലെ, മറ്റുള്ളവർക്ക് കാണുവാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്ന പോലെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ നല്ല പ്രവൃത്തികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണം, ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ്, അത് ലോകം കണ്ട് ഈ ക്വാളിറ്റി നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകണം. എത്ര നല്ല ഒരാശയം പറഞ്ഞാണ് കർത്താവ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമായി നമുക്കിരിക്കാം. നാം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലോകം ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണും. അപ്പോൾ ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് ദ വിസിബിലിറ്റി ഓഫ് അവർ ടെസ്റ്റിമണി. Our testimony has to be visible. The society has to sense it. We should penetrate into the network of the society by our good life, character, and works. That is the meaning of saying, be the salt of the earth and the light of the world. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ 9 കൂട്ടം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുകയും അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതം ലോകത്തിന് ഉപ്പായും വെളിച്ചമായും ഇരിക്കുവാനും ലോകത്തിന് നന്മയുണ്ടാകുവാനും നമ്മുടെ ജീവിതം കണ്ട് ആളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഈ സ്വഭാവം നമുക്ക് നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സംഗതിയായി തീരണം. നാം ഈ ക്ലാസ് ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം എങ്ങനെയാകുവാൻ നീ പ്രതീക്ഷിക്കുന്നല്ലോ? ക്രിസ്ത്യാനിഗാമിയായ ദൈവരാജ്യത്തിലെ പ്രജയായ എൻ്റെ ജീവിതം എങ്ങനെയാകണമെന്നാണല്ലോ നീ ആഗ്രഹിക്കുന്നത്? കർത്താവെ, അതിന് സംഗതിയാക്കണമേ. ഈ പുതിയ വർഷത്തിൽ ഈ കാര്യത്തിൽ വന്നുള്ള കുറവുകൾ ഞാൻ പരിശോധിച്ചേറ്റു പറയട്ടെ. വരുന്ന വർഷം ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായി, വെളിച്ചമായി, ഉപ്പായി ഇരിക്കുവാൻ കൃപ എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.